ഹായ്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചിട്ടാണല്ലേ. സോ നമ്മൾ ഹാമർ കാൻഡിൽ എന്താണ്, അതുപോലെ തന്നെ മർബോസ് കാൻഡിൽ എന്താണ്, ഹാങ്ങ്മാൻ കാൻഡിൽ എന്താണ്, ഈ ഒരു 4 കാൻഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാൻഡിൽ ഇൻവേർട്ടർ ഹാമറും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറുമാണ്. ഈ 2 കാൻഡിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ. സോ ഈ 2 കാൻഡിലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്രയും കാൻഡിൽസാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്കൊരു ചാർട്ട് റീഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നമുക്ക് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാൻഡിൽ സ്റ്റിക്ക് നമ്മൾ പഠിച്ചാൽ മതി. ഇത്രയും കാൻഡിൽ സ്റ്റിക്ക് പറയുന്ന സ്റ്റോറി എന്താണ്, ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്നൊക്കെ എത്തുന്ന സമയത്ത്, ഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് ആ കാൻഡിൽ സ്റ്റിക്ക് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് പറയുന്ന സ്റ്റോറിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്ന പേരോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ഇനി വിട്ടുപോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഹാമറോ അല്ലെങ്കിൽ ഹാങ്ങിമാനോ ഈ ഒരു ക്യാൻഡിലൊന്നും നിങ്ങൾ പേര് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഒരു സപ്പോർട്ടിൻ്റെയും ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്തേക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ആ ക്യാൻഡിൽ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് അടിപൊളി ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ. സോ ഇന്ന് നമുക്ക് ഇൻവേർട്ടർ ഹാമർ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ എന്താണെന്നുള്ളതും നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻവേർട്ടർ ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറും. ഓക്കെ. ഇത് രണ്ടും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും അതുപോലെ തന്നെ ഹാങ്ങിമാനും. ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്തായിരുന്നു, പ്രൈസ് മുകളിലോട്ടേക്ക് പോകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാൻഡിലായിരുന്നു ഹാമർ അല്ലേ. അതുപോലെ ഹാങ്ങിമാൻ എന്ന് പറയുന്നത് പ്രൈസ് താഴോട്ടേക്ക് പോകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാൻഡിൽ. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാൻഡിലിനെ തിരിച്ച് വെച്ചാൽ അല്ലേ, ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഹാമർ ക്യാൻഡിലിനെ പറ്റി നമ്മൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ക്രൈറ്റീരിയാസ് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെറിയ ബോഡി ഉണ്ടാകും, അതുപോലെ തന്നെ ബോഡിനേക്കാൾ 2 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നീളമുള്ള ഷാഡോസ് കാണാൻ പറ്റും. സോ ആ ഒരു ക്രൈറ്റീരിയ തന്നെയാണ് ഈ 2 ക്യാൻഡിലിനും വരുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഹാമർ ക്യാൻഡിൽ എവിടെയാണ് ഫോം ചെയ്യുക, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഹാമർ ആണെന്നും ഹാങ്ങിമാൻ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്, ഇത് എവിടെയാണോ ഫോം ചെയ്യുന്നത്, ഏത് ട്രെൻഡിൻ്റെ ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലാണോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൻ്റെ എൻഡിലാണോ, അങ്ങനെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിനെ ഹാമർ എന്നും ഹാങ്ങിമാൻ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും. ഈ 2 ക്യാൻഡിലെ നമ്മൾ വിളിക്കുന്നത് ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലാണോ അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൻ്റെ എൻഡിലാണോ നോക്കിയിട്ട് തന്നെയാണ്. ഓക്കെ. സോ ഇൻവേർട്ടർ ഹാമർ എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിൽ ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡിലാണെങ്കിൽ മാത്രമേ നമ്മളിതിന് ഇൻവേർട്ടർ ഹാമർ എന്ന് വിളിക്കുള്ളൂ. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു അപ്പ് ട്രെൻഡിൻ്റെ എൻഡിൽ ഫോം ചെയ്യുന്ന ക്യാൻഡിലാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ അപ്പ് ട്രെൻഡിൻ്റെ എൻഡിൽ ഫോം ചെയ്താൽ മാത്രമേ നമ്മളതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കുള്ളൂ. ഇൻവേർട്ടർ ഹാമർ എന്താണ്, ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലാണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ബിയറിഷ് റിവേഴ്സൽ ക്യാൻഡിലാണ്. അതായത് ഇൻവേർട്ടർ ഹാമർ പ്രൈസ് മുകളിലോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ്. ഷൂട്ടിംഗ് സ്റ്റാർ പ്രൈസ് താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ്. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇവിടെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത് അല്ലേ. പ്രൈസ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്, ഓപ്പൺ ചെയ്ത പ്രൈസ് ബയേഴ്സ് മുകളിലേക്ക് ഇതുവരെ കൊണ്ടുപോയി. പക്ഷേ ബയേഴ്സിന് എന്ത് പറ്റില്ല, ഇവിടെ ക്ലോസ് ചെയ്യാൻ ബയേഴ്സിന് പറ്റില്ല. അപ്പോഴേക്കും സെല്ലേഴ്സ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പ്രൈസിനെ താഴോട്ടേക്ക് തന്നെ പുഷ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യിച്ചു അല്ലേ. സോ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്, കൺട്രോള് ബയേഴ്സിൻ്റെ കയ്യിലാണ് അല്ലേ. ഈ ഒരു ക്യാൻഡിൽ പറയുന്ന സ്റ്റോറി എന്താ, കൺട്രോൾ ബയേഴ്സിൻ്റെ കയ്യിലാണ്. പക്ഷേ എന്താണ്, ഒരു വീക്ക്നെസ്, ബയേഴ്സിനൊരു വീക്ക്നെസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു സ്ട്രോങ് കൺട്രോളൊന്നും ബയേഴ്സിൻ്റെ കയ്യിലില്ല. അതെന്തുകൊണ്ടാണ് പറയുക, കാരണം പ്രൈസ് ഇതുവരെ പോയി, ഈ ഒരു ഏരിയ വരെ പ്രൈസ് പോയിട്ട് പ്രൈസ് ബയേഴ്സിനോട് ക്ലോസ് ചെയ്യാനൊന്നും പറ്റിച്ചിട്ടില്ല. പ്രൈസ് ഇപ്പോൾ ഇനിയും താഴോട്ട് വന്ന് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ മുകളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. സോ കൺട്രോൾ ബയേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. പക്ഷേ അവിടെ ഒരു ബയേഴ്സ് അത്ര സ്ട്രോങ് ബയേഴ്സ് അല്ല ഉള്ളത്, കുറച്ച് വീക്കാണ് ബയേഴ്സ്. അതായത് പ്രൈസ് ഇതുവരെ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ക്ലോസ് ചെയ്യാൻ ബയേഴ്സിന് പറ്റിയിട്ടില്ല. ഇവിടെയാണ് പ്രൈസ് ക്ലോസ് ചെയ്യിച്ചത് അല്ലേ. സോ ബയേഴ്സ് കുറച്ച് വീക്കാണ്, ബട്ട് കൺട്രോൾ ബയേഴ്സിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെയാണ് ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ കേസ് അല്ലേ. സെല്ലേഴ്സ് കൺട്രോൾ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ്, പക്ഷേ സെല്ലേഴ്സ് കുറച്ച് വീക്കാണ് അല്ലേ. അതായത് പ്രൈസ് ഇതുവരെ പോയ പ്രൈസ് ബയേഴ്സ് ഇതുവരെ പ്രൈസ് കൊണ്ടുപോയി അല്ലേ. ഇവിടുന്ന് ഓപ്പൺ ചെയ്ത പ്രൈസിനെ ബയേഴ്സ് ഇതുവരെ കൊണ്ടുപോയി അല്ലേ പ്രൈസ്. സോ ബയേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പ്രൈസ് തിരിച്ച് താഴെ വന്നിട്ട് ഓപ്പൺ ചെയ്ത പ്രൈസിൻ്റെ താഴേക്ക് തന്നെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. സോ കൺട്രോൾ എന്താണ്, സെല്ലേഴ്സിൻ്റെ കയ്യിലാണ്. പക്ഷേ അവിടെ സെല്ലേഴ്സിന് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. സോ ഈ 2 കണ്ടിലും പറയുന്ന സ്റ്റോറി എന്താണ്, കൺട്രോൾസ് ഇൻവേർട്ടർ ഹാമർ പറയുന്ന സ്റ്റോറി, ബയേഴ്സിൻ്റെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്, പക്ഷേ അവിടെ ഒരു വീക്ക്നെസ് ബയേഴ്സിനുണ്ട്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ പറയുന്നത് സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് കൺട്രോൾ ഉള്ളത്, പക്ഷേ സെല്ലേഴ്സ് അവിടെ അത്ര സ്ട്രോങ് അല്ല, വീക്ക്നെസ് ഉണ്ട്
അല്ലേ? സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത ഉടനെ നമ്മൾ ചാടി കയറി ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്താകണം, അടുത്ത ക്യാൻഡിൽ, ഇപ്പം ഈ ഒരു ക്യാൻഡിൽ സെല്ലേഴ്സ് വീക്ക്നെസ് ഉണ്ടെന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണല്ലേ. സോ അടുത്ത ക്യാൻഡിൽ അതെന്താക്കാം, ഈ ഒരു ക്യാൻഡിലിനെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, ഇവിടെ എന്തായി, സെല്ലേഴ്സ് സ്ട്രോങ് ആയി അല്ലേ. ഈ ഒരു ക്യാൻഡിലിന് ശേഷം വരുന്ന ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആയി. അതുപോലെ അടുത്തൊരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി അല്ലേ. സോ നമുക്ക് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബയേഴ്സ് ഇത്രയും ബയേഴ്സ് പോയിരുന്ന ഇവിടെ ബയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ സെല്ലേഴ്സ് വന്ന് മാർക്കറ്റിൽ എൻ്റർ ചെയ്തുകൊണ്ടാണ് പ്രൈസ് വീണ്ടും താഴോട്ട് പോയത് അല്ലേ. സോ അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി, കൂടുതൽ കൺഫർമേഷൻ കിട്ടി, ബയേഴ്സ് അവിടെ വീണ്ടും സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ലൈവ് ചാർട്ടല്ല, റിയൽ ചാർട്ടിൽ എങ്ങനെയാണ് ഇത് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറും അതുപോലെ ഇൻവേർട്ടർ ഹാമർ കാൻഡിൽസ്റ്റിക് പാറ്റേണും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ എക്സാമ്പിളാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഈ ഒരു ക്യാൻഡിൽ ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. അതിന് ശേഷം ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ലോ ക്ലോസ് ചെയ്തിട്ട് അടുത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, അതായത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു അല്ലേ. സോ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം നമ്മുടെ എൻട്രി എവിടെ വരുന്നത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ്, നമ്മൾ ഹാമറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹാമർ കാൻഡിൽസ്റ്റിക് പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഹാമറാണ്, ഹാമറിൻ്റെ ഈ ഒരു ഹൈ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ബ്രേക്ക് ചെയ്താൽ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പം നമ്മുടെ എൻട്രി വരുന്നത് ഇവിടെയാണ്, അതായത് നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന അടുത്ത ക്യാൻഡിൽ, ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്യുന്ന അടുത്ത ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് എവിടെയാണോ അവിടെയാണ് നമ്മുടെ എൻട്രി വരിക. സ്റ്റോപ്പ് ലോസ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ, ഓക്കെ, അടുത്തൊരു ക്യാൻഡിൽ ചിലപ്പം ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട്, ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഒന്നും കൂടി ക്ലിയർ ആക്കി വരച്ചിട്ട്. അപ്പം ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ, അടുത്തൊരു ക്യാൻഡിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത്, ഷാഡോ പോയിട്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഫോം ചെയ്ത് വിചാരിക്കുക. സോ നമ്മൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ട ഉടനെ നമ്മൾ ട്രേഡ് എടുക്കില്ലല്ലോ, ഈ ഒരു ക്യാൻഡിലാണല്ലോ നമ്മൾ കൺഫർമേഷൻ ക്യാൻഡിൽ. സോ നമ്മളെ എൻട്രി വരെ ഇവിടെയാണ് നമ്മുടെ എൻട്രി വരെ, താഴോട്ടേക്കുള്ള എൻട്രി വരുന്നത് ഇവിടെയാണ് അല്ലേ. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കണം, ഇവിടെയല്ല സ്റ്റോപ്പ് ലോസ് വരേണ്ടത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയുടെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 1:2 ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് വരേണ്ടത്, 1:2 ആയിരിക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1:2 ഉള്ള ട്രേഡ് മാത്രം നമ്മൾ എടുത്താൽ മതി, അതിൽ കൂടുതലും എടുക്കേണ്ട, അതിൽ കുറവുള്ള എൻട്രി ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കേണ്ട. ഓക്കെ, 1:2 മാത്രം നമ്മൾ പ്ലാൻ ചെയ്യാം, 1:2 മാത്രമാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, സോ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ഇൻവെർട്ടർ ഹാമറിൻ്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഇതൊരു ഇൻവെർട്ടർ ഹാമറാണല്ലേ, ഈ ഒരു ക്യാൻഡിൽ ഇൻവെർട്ടർ ഹാമറാണ്. സോ അതിൻ്റെ ശേഷം വന്നൊരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലാണ് അതിൻ്റെ ശേഷം വന്നത്, അത് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ ക്ലോസ് ഇവിടെയാണ്, ഇതിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസ് വരുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സിനാരിയോ ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടു. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായി, ഇങ്ങനെയാണ് വന്നതെങ്കിൽ നമ്മൾ എടുക്കില്ല, നമുക്ക് കൺഫർമേഷൻ ഇല്ല. ഓക്കെ, സോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ബോഡി കൊണ്ട് വന്നാൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ക്യാൻഡിൽ ബോഡി കൊണ്ട് ക്ലോസ് ചെയ്യൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി കൊണ്ട് ക്ലോസ് ചെയ്യൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ക്യാൻഡിൽ ബോഡി കൊണ്ട് ക്ലോസ് ചെയ്തില്ലെന്ന് വിചാരിക്കാം. സോ അടുത്ത ക്യാൻഡിൽ ഇപ്പോൾ എന്തായി, ഇതാണ് ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിൽ, അടുത്തൊരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ബോഡി കൊണ്ട് വന്നില്ല, ജസ്റ്റ് ഈ ഒരു ഹൈ എന്ത് ചെയ്യും, ബോഡി കൊണ്ട് ക്ലോസ് ചെയ്യാതെ ബോഡിക്ക് ഈക്വൽ ആയിട്ടാണ് വന്നതെന്ന്. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം, അടുത്തൊരു ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യണം, അടുത്തൊരു ക്യാൻഡിൽ എന്താണോ സംഭവിക്കുന്നതെന്ന്. അടുത്തൊരു ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺഫർമേഷൻ കിട്ടി. ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൺഫർമേഷൻ കിട്ടി, പ്രൈസ് മുകളിലോട്ടേക്കാണ് പോകുക എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻവെർട്ടർ ഹാമർ ക്യാൻഡിലൂടെ ഫോം ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വന്നു, ഷാഡോ കൊണ്ടാണ് ബ്രേക്ക് ആയത്, ബോഡി കൊണ്ട് ബ്രേക്ക് ആയത്. അപ്പോൾ നെക്സ്റ്റ് എന്താ നമ്മൾ നോക്കേണ്ടത്, അടുത്ത ക്യാൻഡിൽ ഈ ഒരു ഹൈ അത് ബോഡി കൊണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം. അതായത് ഈ ഒരു നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ടല്ലോ, ഈ ഇൻവെർട്ടർ ഹാമറിൻ്റെ ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിലിൻ്റെ അടുത്ത് അത് ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫർമേഷനാണ് പ്രൈസ് മുകളിലോട്ടേക്ക് പോകുക എന്നുള്ളത്. ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടി, പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ടേക്ക് പോകുന്നുള്ളത്. സോ അതുകൂടി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഇൻവെർട്ടർ ഹാമറിൻ്റെ ഹൈ ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം.
ഓക്കെ. സോ നമ്മൾ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു കൺഫർമേഷൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചാടിക്കയറി ഇങ്ങനെ ഒരു ക്യാൻഡിൽ കാണുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്ത് ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. നമുക്ക് SL അടിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. സോ ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ ആണോ ഇവിടെ കണ്ടോ? സ്റ്റോപ്പ് ലോസ് അടിച്ചതുണ്ട്. ഇവിടെ ഇപ്പം ഈ ഇൻവേർട്ടർ ഹാമറിൻ്റെ ലോ ഇവിടെ വരുന്നത്. നമ്മൾ അതിൻ്റെ കുറച്ച് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകും. സോ അതാണ് 2 കാര്യം ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്ത് ട്രേഡ് എടുക്കരുത്. നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ കൺഫർമേഷൻ, ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. ഇതെല്ലാം നമുക്ക് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പാറ്റേൺ ആണെങ്കിലും, ഹാമർ ആണെങ്കിലും ഹാങ്ങിമാൻ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച ഇൻവേർട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ ആണെങ്കിലും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാറോ അല്ലെങ്കിൽ ഹാമറോ അല്ല, ഹാമറിൻ്റെ ശേഷം വരുന്ന അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ശേഷം വരുന്ന ആ ഒരു ക്യാൻഡിലാണ് നമുക്ക് കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ഇപ്പം ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് അതിന് ശേഷം ഫോം ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് നമ്മൾ നോക്കണം. ഈ ഒരു ക്യാൻഡിൽ ഇത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഹൈ എന്തായാലും ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻസ് ആണ്. അടുത്ത കാര്യം ഞാൻ പറയുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുക. ഈ ഒരു ക്യാൻഡിൽ എത്രത്തോളം ബുള്ളിഷ് ക്യാൻഡിലാണോ എത്രത്തോളം ബുള്ളിഷ് ക്യാൻഡിലാണോ അതിനനുസരിച്ചിരിക്കും ഈ പ്രൈസിൻ്റെ മുകളിലോട്ടുള്ള പോക്ക്. അതിപ്പോൾ ഏത് പാറ്റേൺ ആയാലും കേട്ടോ, ഹാമർ ആയാലും ഹാങ്ങിമാൻ ആയാലും ഞാൻ നേരത്തെ പഠിച്ച ഷൂട്ടിംഗ് സ്റ്റാർ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും, ഏത് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ എത്രത്തോളം ബിയറിഷ് ആണോ അതിനനുസരിച്ചിട്ടുണ്ടാകും പ്രൈസിൻ്റെ പോക്ക്. അതായത് ഇത്ര സ്പീഡിൽ പോകും മാർക്കറ്റ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഏരിയ വരെയൊക്കെ പോകും, പിന്നെ തിരിച്ചിട്ട് താഴോട്ടേക്കൊന്ന് വരും, എന്നിട്ട് ഇതേമാതിരത്തെ ഒരു പാറ്റേൺ ചിലപ്പോൾ ഇവിടെ ഫോം ആവും, പിന്നെയും പ്രൈസ് ഒന്ന് ഒരു ഹൈ കൂടി ഉണ്ടാക്കും, പിന്നെയും പ്രൈസ് ഒന്ന് താഴോട്ട് വരും, പിന്നെ ഇങ്ങനെ ഫോം. അങ്ങനെ കുറേ പുൾ ബാക്ക് ഒക്കെ അടിച്ചിട്ടാണ് മാർക്കറ്റ് പോവുക. അങ്ങനെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഈ ഒരു 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻട്രി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇതിൻ്റെ താഴെയാണ്, ഇതിൻ്റെ താഴെയല്ല. ഓക്കെ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഈ 2 പാറ്റേണും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഇനി ഒരു ക്യാൻഡിലും കൂടി നമുക്ക് ഒരു പാറ്റേൺ അല്ല, നമ്മളിപ്പോൾ പഠിച്ചതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഡോജി എന്ന് പറയുന്ന ക്യാൻഡിൽ ഉണ്ട്. സോ ആ ഒരു ക്യാൻഡിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.